ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രഭ വന്നിട്ടുണ്ട്. അതിൽ ലാലേട്ടൻ ലക്ഷ്മിയെ പുറത്തേക്ക് പൊയ്ക്കൊള്ളം എന്നാണ് പറയുന്നത്. കാരണം സംഭവം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ആദില നൂറയെക്കുറിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നുകൂടി പറഞ്ഞു. എന്തിനാണ് അതിൻ്റെ ആവശ്യം? തനിക്ക് തൻ്റെ കാര്യം നോക്കി അവിടെ നിന്നാൽ പോരെ. എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യം? അവർ വീട്ടിൽ കയറ്റില്ല കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് മാത്രം എന്താ ഇത്ര വലിയ കടച്ചിൽ? അതുപോലെ തന്നെയാണ് ഇന്നലെ ബിബി വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഒനിയിൽ മസ്താനിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അത് വീഴാൻ പോയപ്പോൾ ഒനിയിൽ അബദ്ധവശാൽ പിടിച്ചു പോയതാണ്. അത് ആരായാലും അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. നമ്മൾ വീഴാൻ പോകുമ്പോൾ എവിടെയാണ് നമുക്ക് പിടുത്തം കിട്ടുന്നത്, അവിടെയല്ലേ നമ്മൾ പിടിക്കാറുള്ളൂ. അപ്പോൾ കൈയൊന്നും അറിയാതെ തട്ടിപ്പോയി. അതിന് ഇത്രമാത്രം പുകിലുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഒനിൽ വീണ ആ സ്പോട്ടിൽ തന്നെ ഞാൻ പിടിച്ചത് തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഒനിൽ സോറി എന്നുള്ളൊരു വാക്കവിടെ പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മസ്താനിക്കോ അതുപോലെ തന്നെ ലക്ഷ്മിക്കോ ഉണ്ടായില്ല. മസ്താനി പറയുന്നത് അത് പബ്ലിഷ് ചെയ്യാത്ത രീതിക്ക് ഒരു മൈക്കൂരി വെച്ചിട്ടാണ് ലക്ഷ്മിയോട് പറയുന്നത്. പക്ഷേ ലക്ഷ്മി അത് പബ്ലിക്ക് മുന്നിൽ കൊണ്ടുവരികയും എല്ലാവരും അറിയിക്കുകയും ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി പരാതി പറയുകയും ഒക്കെ ചെയ്തു. ഒനിലിനെ അവസാനം കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിക്കുകയും ഒനിൽ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റുമെന്ന് ചിന്തിക്കുന്നില്ല. അനു അന്നൊരു ഉമ്മ വെച്ച കേസ് പറഞ്ഞുകൊണ്ട് വന്നു. അന്ന് എല്ലാവരും അനുവിനെ എടുത്തിട്ട് അലയ്ക്കുക. അതുവരെ അനുവിൻ്റെ കൂടെ നിന്ന ആദില നൂറ വരെ കാലുവാരി. അതിനുശേഷം റെനയും അതുപോലെ ബിന്നിയും ഇരുന്ന് പറയുന്നത് കേട്ടു. അവർ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അത് തെറ്റാണ്, വിട്ടിരിക്കണം എന്നൊക്കെ അവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മൈൻഡാക്കിയില്ല. എല്ലാ പ്രാവശ്യം വന്നാലും അനുവിനെയാണ് ലാലേട്ടൻ എടുത്തിട്ട് കുടയുന്നത്. പക്ഷേ അനു വേണം അവിടെ കണ്ടൻറ് ഉണ്ടാക്കണമെങ്കിൽ. ഒരാഴ്ച അനു മിണ്ടാതെ നടന്നപ്പോൾ അവിടെ ഒരു ഒച്ചയോ അനക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും അനു പ്രതികരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് വീണ്ടും അവിടെ ഒച്ചപ്പാടും ബഹളവും തുടങ്ങിയത്. അത് മനസ്സിലാക്കണം. ഞാൻ ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നെവി. എന്ത് കളിയാണ് നെവിൻ അവിടെ കളിക്കുന്നത്? ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല, വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ്. അതുപോലെ അക്ബറിന് അന്നൊരു നൂദില ചെരുപ്പ് ഫാക്ടറിയുടെ ഒരു ടാസ്ക് കൊടുത്തിട്ട് അതും രണ്ടാമത്തെ ദിവസം അവിടെ കൊളാക്കിയിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ബിബി വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കണ്ടറിയാം ലക്ഷ്മിയെ ലാലേട്ടൻ പുറത്താക്കുന്നത്. അത് ലക്ഷ്മിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്ന് അക്ബറിനോട് പറയുന്നുണ്ട്. പിന്നെ അഥവാ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാഗം പറയുന്നത്, നിങ്ങളത് കേൾക്കണമെന്ന്. Okay.